അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അള്ളാഹു ലോകത്തിൻ്റെ സ്രഷ്ടാവാണ്. എല്ലാ ജീവിജാലങ്ങളെയും സൃഷ്ടിച്ച് പരിപാലിച്ചു പോരുന്ന, അതുപോലെ തന്നെ നാളെയുടെ ദിവസത്തിൻ്റെ ഉടമസ്ഥനായ സർവ്വചരാചരങ്ങളെയും നിരീക്ഷിക്കുകയും അവരെയെല്ലാം കുറിച്ച് എല്ലാവിധത്തിലുള്ളതായ സൂക്ഷ്മജ്ഞാനവുമുള്ള അള്ളാഹു എവിടെയാണ് എന്നുള്ളതായ ചോദ്യം ആളുകൾ ചോദിക്കാറുണ്ട്. നമുക്കറിയാം, അള്ളാഹുവിന് നമുക്ക് ഉപമകൾ നൽകാൻ സാധ്യമല്ല. അള്ളാഹുവിന് തുല്യമായി ഒന്നും തന്നെയില്ല. അവൻ ജനിച്ചവനല്ല, അവൻ മറ്റൊരുത്തരെ ജനിപ്പിച്ചവനല്ല, മറിച്ച് എല്ലാത്തിൻ്റെയും സൃഷ്ടികർത്താവാണ്. ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ് എന്നാണ് അള്ളാഹുവിനെ സംബന്ധിച്ച് പറയുന്നത്. അള്ളാഹുവിനെ നമ്മൾ മറ്റുള്ള സൃഷ്ടിജാലങ്ങളോട് തുല്യപ്പെടുത്താൻ സാധ്യമല്ല. ഈ തുല്യപ്പെടുത്തലുകളിൽ നിന്നാണ് അള്ളാഹുവിനെ കുറിച്ചുള്ളതായ സംശയങ്ങൾ ഒട്ടുമിക്കാലും വരുന്നത് എന്ന് പ്രഥമമായി പറഞ്ഞു വെക്കട്ടെ. എന്നാൽ അള്ളാഹു എവിടെയാണ്? വിശുദ്ധ ഖുർആൻ ഇത് സംബന്ധമായി എന്തു പറയുന്നു? ഹദീസുകൾ എന്തൊക്കെ സൂചിപ്പിക്കുന്നു? അഅമിൻതും മൻ ഫിസ് സമാ അൻ യഖ്സിഫ ബികുമുൽ അർദ് ഫഇദാ ഹിയ തമൂർ അം അമിൻതും മൻ ഫിസ് സമാ അൻ യുർസില അലൈക്കും ഹാസിബ ഫസതഅലമൂന കൈഫ നദീർ. മുൽക്ക് സൂറത്തിൽ ആകാശത്തിലുള്ള സമായിലുള്ള അള്ളാഹുവിൽ ഒരുവനിൽ നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ എന്ന് 2 പ്രാവശ്യം ചോദിക്കുന്നതായി കാണാൻ സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ ഒരിക്കൽ ഒരു ജാരിയത്തിനെ, അടിമ പെൺകുട്ടിയെ കൊണ്ടുവരികയുണ്ടായി. എന്നിട്ട് അതിൻ്റെ ഉടമസ്ഥൻ അവരെ മോചിപ്പിക്കുന്നതിനെക്കുറിച്ച് ചോദിച്ചപ്പോൾ പ്രവാചകർ ആ പെൺകുട്ടിയോട് ചോദിച്ചു, ഐനല്ലാഹ് ഫഖാലത് ഹി ഫി സമാ. ഐനല്ലാ എന്ന് ചോദിച്ചപ്പോൾ പെൺകുട്ടി സമായിലാണെന്ന് ഉത്തരം പറഞ്ഞു. ഖാല മൻ അന ഖാലത് അൻത റസൂലുള്ളാഹ്. ഞാൻ ആരാണെന്ന ചോദ്യത്തിന് താങ്കൾ അള്ളാഹുവിൻ്റെ ദൂതനാണെന്നുള്ള മറുപടിയും നൽകി. ഖാല അഅ്തിഖ്ഹാ ഫഇന്നഹാ മുഅ്മിന. അത് കേട്ട പ്രവാചകൻ പ്രതിവചിച്ചു, അവളെ മോചിപ്പിക്കുക, അവൾ വിശ്വാസിയാണെന്ന്. ഇതിൽ നിന്ന് ആ അടിമപ്പെണ്ണ് പറഞ്ഞ ആ ഒരു വചനം, അള്ളാഹു സമായിലാണെന്നുള്ളതായ ഒരു പ്രതിവചനം, അത് തെറ്റല്ല എന്ന് ബോധ്യപ്പെടുകയുണ്ടായി. ഇനി മനസ്സിലാക്കേണ്ട കാര്യം, സമായി എന്നുള്ള പദത്തിൻ്റെ അർത്ഥം എന്താണ്? നമ്മൾ സാധാരണയായി പറയുന്നത് പോലെ ആകാശം എന്നുള്ള അർത്ഥം മാത്രമാണോ സമായിനുള്ളത്? അല്ല. സമായി എന്നുള്ള പദത്തിന് നമുക്ക് അല, സമ എന്നുള്ള അറബി പദത്തിൽ നിന്നാണ് സമാ എന്നുള്ള പദം വരുന്നത്. അഥവാ അല എന്നുള്ള അർത്ഥമാണ് ഉയരുക, മുകളിൽ എന്നുള്ള അർത്ഥമാണ്. അപ്പോൾ ഔന്നിത്യത്തിൽ, ഉന്നതിയിൽ, മുകളിൽ എന്നുള്ള അർത്ഥമാണ് സമാ എന്നുള്ള പദത്തിന് വരുന്നത്. അപ്പോൾ അള്ളാഹു എവിടെ എന്നുള്ള ചോദ്യത്തിന് അള്ളാഹു ഉന്നതിയിലാണ്, അള്ളാഹു മുകളിലാണ്, അള്ളാഹു ഔന്നിത്യത്തിലാണ്, എല്ലാത്തിൻ്റെയും മീതയാണ്, അതുപോലെ സൃഷ്ടിജാലങ്ങളുടെ മീതയാണ്, അതുപോലെ തന്നെ അർഷിൻ്റെ മുകളിലാണ്, എല്ലാ സൃഷ്ടിചരാചരങ്ങൾക്കും മീതയാണ്, എല്ലാ ശക്തികൾക്കും മീതയാണ് എന്നുള്ള അർത്ഥത്തിലാണ് അള്ളാഹു സമായിലാണ് എന്നുള്ളതായ പദപ്രയോഗം നടത്തിയിരിക്കുന്നത്. ചുരുക്കത്തിൽ അള്ളാഹു സമായിലാണ് എന്ന് പറഞ്ഞാൽ അള്ളാഹു ഔന്നിത്യത്തിലാണ്, ഉന്നതിയിലാണ്, അള്ളാഹു ഉയർച്ചയിലാണ് എന്നുള്ളതായ അർത്ഥകൽപ്പനയാണ് ഹദീസിൻ്റെയും അതുപോലെ തന്നെ ഖുർആനിൻ്റെയും വ്യാഖ്യാനമായി പണ്ഡിതന്മാർ പറഞ്ഞു തരുന്നത്.